നമസ്കാരം. ശ്രീനിവാസനും സത്യൻ അന്തിക്കാടും മലയാളത്തിന് കാലം മായ്ക്കാത്ത സിനിമകൾ സമ്മാനിച്ച പകരം വെക്കാനില്ലാത്ത കൂട്ടുകെട്ട്. ഈ കൂട്ടുകെട്ടിൻ്റെ കഥ പറഞ്ഞു തുടങ്ങണമെങ്കിൽ ആ കാലത്തിനും കുറച്ചുകൂടെ മുൻപോട്ട് സഞ്ചരിക്കണം. അല്പം ഫ്ലാഷ് ബാക്കിലേക്ക്. ഹിറ്റുകൾ പിറന്നതോടെ പ്രിയദർശൻ മലയാളത്തിലെ തിരക്കിട്ട സംവിധായകനാകുന്ന കാലം. തിരക്ക് വർദ്ധിച്ചതോടെ ആദ്യം ചെയ്തതുപോലെ ഇനി രചനയും സംവിധാനവും ഒരുമിച്ച് നടക്കില്ലെന്ന് പ്രിയദർശന് പെട്ടെന്ന് മനസ്സിലായി. അക്കാലത്ത് സിനിമാ മോഹങ്ങളുമായി ശ്രീനിവാസനും ചെന്നൈയിലാണ്. അന്ന് ചെന്നൈയിൽ സ്ഥിരതാമസക്കാരനായിരുന്ന ശ്രീനിയെ പ്രിയൻ നിർബന്ധപൂർവ്വം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി തൻ്റെ പുതിയ പടം എഴുതിയേ തീരുമെന്ന് ആവശ്യപ്പെട്ടു. പകരം മുന്നോട്ട് വെച്ചത് അഭിനയമോഹമായി നടക്കുന്ന ശ്രീനിക്ക് നല്ലൊരു റോളും. ഗത്യന്തരമില്ലാതെ ശ്രീനി പേന കയ്യിലെടുത്തു. അതിനെക്കുറിച്ച് പിൽക്കാലത്ത് ശ്രീനിവാസൻ സഹജമായ ശൈലിയിൽ പറഞ്ഞ ഒരു കമൻ്റുണ്ട്. തിരക്കഥാ രചന എന്ന അണ്ടകടാഹത്തിലേക്ക് എന്നെ ബലമായി തള്ളിയിട്ട ഭീകരനാണ് പ്രിയദർശൻ എന്ന്. ഓടരുതമ്മാവ ആളറിയാമെന്നതായിരുന്നു ചിത്രം. എന്തായാലും ഓടരുതമ്മാവ എന്ന ടൈറ്റിലിട്ട് പടം നന്നായി ഓടി. പിന്നാലെ ജഗദീഷിൻ്റെ കഥയിൽ സിബി മലയിൽ മുത്താരംകുന്ന് പിയോ എന്ന പടം പ്ലാൻ ചെയ്തപ്പോഴും തിരക്കഥ എഴുതാനുള്ള ചുമതല ശ്രീനിയുടെ തലയിൽ വന്നു വീണു. നടനായി നിലനിൽക്കാനും വളരാനും ഈ വഴിയെ തൻ്റെ മുന്നിലുള്ളൂ എന്ന ബോധ്യം വന്ന ശ്രീനി വീണ്ടും പേന കയ്യിലെടുത്തു. മുത്താരംകുന്നം ഹിറ്റായതോടെ ഒന്നിനു പുറകെ മറ്റൊന്നായി സിനിമകൾ അദ്ദേഹത്തെ തേടിയെത്തി. ബോയിങ് അടക്കം അക്കാലത്ത് വൻ ഹിറ്റായ പല പടങ്ങൾക്കും തൂലിക ചലിപ്പിച്ചത് ശ്രീനിവാസനായിരുന്നു. എങ്കിലും ഇത്തരം തിരക്കഥകൾ അല്ല തനിക്ക് വേണ്ടതെന്ന ബോധ്യം ആരെക്കാൾ ശ്രീനിവാസന് തന്നെയുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ചിത്രങ്ങൾ കഴിയുന്തോറും അദ്ദേഹം സ്വയം നവീകരിച്ചുകൊണ്ടിരുന്നു. ശ്രീനിവാസന്റെ സ്വയം നവീകരണത്തിന് ഏറെ സഹായകരമായത് സത്യൻ അന്തിക്കാടുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയായിരുന്നു. ഒരു ചടങ്ങിൽ ശ്രീനിവാസൻ തന്നെ വെളിപ്പെടുത്തിയത്, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന വ്യക്തിയായിരുന്നു സത്യൻ അന്തിക്കാടെന്നാണ്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഗുസ്തിക്കാരുടെ കഥ പറഞ്ഞ മുത്താരംകുന്ന് പിയോ എന്ന സിബി മലയിൽ ചിത്രം എഴുതിയത് ശ്രീനിവാസനായിരുന്നു. അടുക്കും ചിട്ടയും വെടിപ്പുമുള്ള കുലീനമായ തിരക്കഥയായിരുന്നു അത്. സിനിമ കണ്ട് സത്യൻ അന്തിക്കാടിന് താൻ ഇക്കാലം അത്രയും തേടി നടന്ന എഴുത്തുകാരൻ ഇതാണെന്ന് തോന്നി. ഒരു ചരിത്ര നിയോഗം പോലെ സമാന അഭിരുചിയുള്ള രണ്ട് മനസ്സുകളുടെ പാരസ്പര്യം സംഭവിക്കുകയായിരുന്നു. ശേഷം സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, നാടോടിക്കാറ്റ് തുടങ്ങി 2018 പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന ചിത്രം വരെ നീളുന്നു ആ കൂട്ടുകെട്ട്. കേവലം തമാശ പടങ്ങളായിരുന്നില്ല അതൊന്നും. മനുഷ്യന്റെ ജീവിത പ്രതിസന്ധികളും അവസ്ഥാപരിണിതികളും നിസ്സഹായതയും മറ്റും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കപ്പെട്ട ആ സിനിമകൾ ആന്തരിക ഗൗരവം നിലനിർത്തിയിരുന്നു. വരവേൽപ്പ്, സന്ദേശം എന്നീ സിനിമകളിൽ എത്തിയപ്പോൾ നർമ്മം ഒരു ബാഹ്യ ആവരണം മാത്രമാക്കി നിർത്തി സമൂഹത്തിലെ പുഴുക്കുത്തുകളും മാലിന്യങ്ങളും അതിശക്തമായി തുറന്നു കാട്ടുന്ന പുതിയ ചലച്ചിത്ര സമീപനത്തിലേക്ക് ശ്രീനി വഴിമാറി. അതിനൊക്കെയും മികച്ച സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. അതിനാൽ തന്നെയാണ് തൻ്റെ വിജയ ചിത്രങ്ങളുടെ ഒരു പങ്ക് സത്യൻ അന്തിക്കാടിനും ശ്രീനിവാസൻ നൽകുന്നത്. ഒരുമിച്ച് കഥയുണ്ടാക്കി താൻ തിരക്കഥ എഴുതിയപ്പോൾ അതിൻ്റെ മേന്മ ചോരാതെ ചിത്രീകരിച്ചതിലുള്ള മിടുക്കാണ് ചിത്രത്തിൻ്റെ വിജയത്തിന് കാരണമെന്ന് ഒരിക്കൽ ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശ്രീനിവാസന്റെ തിരക്കഥകളിൽ ഫാന്റസിയുടെ നേരിയ അംശം പോലും കാണാനാവില്ല. ജീവിതത്തിൽ നിന്ന് ചീന്തിയ ചോര തുടിക്കുന്ന ഏടുകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രചനയും. ജീവിതത്തിൽ നിന്ന് സ്ക്രീനിലേക്ക് നേരിട്ട് കയറി വന്ന കഥാപാത്രങ്ങളായിരുന്നു ശ്രീനിയുടേത്. സത്യൻ അന്തിക്കാടുമായി ചേർന്ന് ചെയ്ത സിനിമകളിലാണ് ഈ റിയലിസ്റ്റിക് സമീപനം അതിൻ്റെ മൂർത്ത രൂപത്തിലെത്തിയത്. ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം വ്യഗ്രത കാട്ടി. പ്രമേയ സ്വീകരണത്തിൽ മാത്രമല്ല, ആഖ്യാനത്തിലും കഥാസന്ദർഭങ്ങളും സംഭാഷണങ്ങളും രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹം പുലർത്തിയ ജാഗ്രത അനുഭവമാണ്. സാഹിത്യവും ചലച്ചിത്ര രചനയും തമ്മിലുള്ള മാധ്യമപരമായ അതിരുകൾ കൃത്യമായി തിട്ടപ്പെടുത്തിയ രചനകളാണ് ശ്രീനിവാസൻ്റേത്. സിനിമയ്ക്കപ്പുറം വ്യക്തിജീവിതത്തിലും മാതൃകയായ സൗഹൃദമായിരുന്നു സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ്റേത്. ഇപ്പോൾ പോകുമെന്ന് കരുതിയിരുന്നില്ലെന്നാണ് സത്യൻ അന്തിക്കാട് വിയോഗത്തിന് പിന്നാലെ പ്രതികരിച്ചത്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും താൻ ശ്രീനിയെ കാണാൻ പോകുമായിരുന്നുവെന്നും സത്യൻ അന്തിക്കാട് പറയുന്നു. ശ്രീനി കുറേ നാളായി സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനും ശ്രീനിവാസനും തമ്മിലുള്ള ആത്മബന്ധം. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പോകാറുണ്ടായിരുന്നു. മിനിഞ്ഞാന്നും സംസാരിച്ചിരുന്നു. അതിനിടയ്ക്ക് പുള്ളി ഒന്ന് വീണു. നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സർജറിയൊക്കെ കഴിഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ നടന്നു തുടങ്ങി. വോക്കറിൽ നടക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും പോകുമെന്ന തോന്നലുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും വന്ന് അദ്ദേഹത്തെ ചാർജ് ചെയ്യും. 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലിരിക്കും. ബുദ്ധിയും ചിന്തകളുമൊക്കെ വളരെ ഷാർപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞു മതിയായി എനിക്കെന്ന്. കുറച്ചു കാലമായി അസുഖമായി കിടക്കുകയാണല്ലോ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ചു വരാമെന്ന് ഞാൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് സന്ദേശം വീണ്ടും ചർച്ചയായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സത്യൻ അന്തിക്കാട് പറയുന്നു. മലയാള സിനിമയിലെ ഐക്കോണിക് കൂട്ടുകെട്ടായിരുന്നു സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും. ശ്രീനി ഇല്ലെങ്കിൽ താനില്ല എന്ന് പലപ്പോഴായി സത്യൻ അന്തിക്കാട് പറഞ്ഞിട്ടുണ്ട്.